ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ എല്ലാ കൂട്ടുകാരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. എനിക്ക് തോന്നുന്നു ഒരു 10-600 കൂടുതൽ ആൾക്കാർ എന്നോട് ഈ ഒരു ഇൻഫർമേഷനും ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ഒരു വലിയൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ മിക്ക ആൾക്കാരും പലതരം ലോൺ എടുക്കുന്നവരാണ്. പേഴ്സണൽ ലോൺ, യൂസ്ഡ് കാർ ലോൺ, അല്ലെങ്കിൽ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ പല ഡിപ്പെൻഡബിളാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് കഴിഞ്ഞ കൊറോണ വന്ന സമയത്ത് ഈ നല്ല രീതിയിൽ ലോൺ അടയ്ക്കുന്നവരുടെ ലോൺ തന്നെ മുടങ്ങിപ്പോയി, ക്രെഡിറ്റ് കാർഡ് ഡിഫോൾട്ടായി, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഡിഫോൾട്ടായി. 2 മാസം അവർ മൊറട്ടോറിയം തന്നെങ്കിലും നമുക്ക് അത് കഴിഞ്ഞിട്ടും അടയ്ക്കാൻ പാടില്ലാതെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നത്തെ കാര്യം പോട്ടെ, നമുക്ക് ഇന്നത്തെ കാര്യം എടുക്കാം. ഇപ്പോൾ നമുക്കൊരു പേഴ്സണൽ ലോൺ എടുത്തെന്ന് വിചാരിക്കാം. നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുത്തു. പേഴ്സണൽ ലോൺ എടുത്ത് നമ്മൾ ഒരുവിധം എല്ലാം അറേഞ്ച് ചെയ്ത് അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേഴ്സണൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് ലോൺ മുടങ്ങും. ലോൺ 1 മാസം മുടങ്ങിയാൽ തന്നെ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ്സ് മീൻസ് ടെലികോളേഴ്സ് വിളിച്ചിട്ട് എന്താണ് അടയ്ക്കാത്തത്, മറ്റു കാര്യങ്ങളെല്ലാം ചില സമയത്ത് റാഷായിട്ട് അവർ പെരുമാറും. എന്നാൽ 2 മാസം കഴിയുകയാണെങ്കിൽ ഈ ഒരു ധനകാര്യ സ്ഥാപനം ഇത് അവരുടെ കളക്ഷൻ ഏജൻസിയെ ഏൽപ്പിക്കും. കളക്ഷൻ ഏജൻസി മിക്കവാറും തേർഡ് പാർട്ടി ആയിരിക്കും. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നാൽ ഇത്ര ടാർഗറ്റ് കൊടുക്കും, ആ ടാർഗറ്റ് കളക്ട് ചെയ്ത് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ ഇവർ സാധാരണ നമ്മുടെ വീട്ടിൽ വന്ന് ബഹളവും അയൽവക്കക്കാർ കാണുന്ന രീതിയിൽ നമ്മളെ അപമാനിച്ച് പോകുന്നൊരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്, RBI ഒരു ധനകാര്യ സ്ഥാപനത്തിനെയും അല്ലെങ്കിൽ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ള ആളുടെ വീട്ടിൽ പോയി അയാളെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അയൽവക്കക്കാർ എല്ലാം കാണുക അയാളെ നാണം കെടുത്തി പൈസ മേടിച്ച് ബാങ്കിൽ അടയ്ക്കാൻ RBI ഒരാളെയും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അടയ്ക്കാത്തതല്ല. നമ്മളുടേതായ സാമ്പത്തിക, എനിക്ക് തോന്നുന്നു ഒരു 99% പേരും അങ്ങനെ തന്നെയാണ്. നമ്മുടേതായ സാമ്പത്തിക ടൈറ്റിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു 2-3 മാസത്തെ EMI പെൻഡിങ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വീട്ടിലാൾ വന്ന് ഇങ്ങനെ ക്യാഷ് ചോദിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RBI ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല വീട്ടിൽ വന്ന് നമ്മളെ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ. നമ്മൾ പല പല വീഡിയോസിലും കണ്ടിരിക്കും കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് വീട്ടിൽ വന്ന് പെരുമാറുന്നതും അകത്ത് കയറുന്നതും, അങ്ങനെയുള്ള പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ലീഗലി അലൗഡ് അല്ല. RBI ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വിവരം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് അവരുടെ ID കാർഡ് ചോദിക്കുക. അത് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അവരുടെ നമ്പറും കാര്യങ്ങളും പേരും, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്തെങ്കിലും വയ്ക്കുക. ഈ സമയത്ത് അവർ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ധാരണയുണ്ട്. അപ്പോൾ നമ്മളുടെ വിരട്ടലും വിലപേശലൊന്നും അവിടെ ഏക്കില്ല എന്ന് പറഞ്ഞ് അവർ ഒന്ന് മയപ്പെടും. ഓക്കെ, ഈ പേഴ്സണൽ ലോൺ അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളുടെ വീടോ വസ്തുവോ ഒന്നും ലബ്ധി ചെയ്യുകയോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവുകയോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അത് സാധാരണയായിട്ട് ലീഗലി കേസ് വരും. അത് നമ്മൾ കോർട്ടിൽ പോയി ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ലീഗലി കേസ് വരികയാണെങ്കിൽ കോർട്ട് എനിക്ക് തോന്നുന്നു ഒരു 90% നമ്മളെ ഫേവറായിട്ട് അവർ നിൽക്കുകയുള്ളൂ. കാരണം കോർട്ട് ചിലപ്പോൾ വിളിക്കും, അവർ സിവിൽ കേസിൽ ഫയൽ ചെയ്യും. കോർട്ടിൽ വിളിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ നമ്മൾ സിവിൽക്ക് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ട്രബിൾ വന്നു, അസുഖം, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം വന്നു, അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല, ഇതിനു മുമ്പ് കറക്റ്റ് അടച്ചാണ്. അപ്പോൾ കോർട്ട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം EMI ആയിട്ട് തരികയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അടച്ചു പോകാമെന്ന് പറയും. കോർട്ട് അത് സാധാരണ ഒരു 90% എഗ്രി ചെയ്യുന്ന മറ്റാണ്. കോർട്ട് സാധാരണയായിട്ട് 90% നമ്മളുടെ ഈ ഒരു വാദം കേട്ട് അത് എഗ്രി ചെയ്യും. അപ്പോൾ നിങ്ങൾ കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് വിളിച്ച് അടുത്ത് നിൽക്കുന്നു, അപ്പുറത്ത് ജംഗ്ഷനിൽ നിൽക്കുകയാണ്, ഞാനിപ്പോൾ വീട്ടിൽ എത്തും, ഇതാണെന്നൊക്കെ പറഞ്ഞ് വിരട്ടുമ്പോൾ ഓരോ ആൾക്കാരും തിരിഞ്ഞു നോക്കാതെയാണ് ഓടുന്നത്. വീട്ടിലെല്ലായിടത്തും പറഞ്ഞിരിക്കും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയുക, അവർ വരുന്ന സമയത്ത് ഞാൻ പുറത്താണ് അല്ലെങ്കിൽ ബോംബെയിലാണെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് അവരോട് കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ആരാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വീട്ടിൽ വരുന്നത്, ഓക്കെ, നിങ്ങൾ വളരെ ധൈര്യത്തോടെ തന്നെ ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ID കാർഡ് ചോദിക്കുക, കാര്യങ്ങൾ ചോദിക്കുക.
ഇൻ കേസ് അവരിപ്പോൾ വീട്ടിൽ കയറി നിങ്ങളെ എന്തെങ്കിലും ദേഹോദ്രം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും വലിച്ചു വരിയിടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭവനഭേദനത്തിന് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഓക്കെ, അത് തീർച്ചയായിട്ടും ക്രിമിനൽ കേസാണ്, അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ന്യായസംഹിത 341 IPC ആണെന്ന് തോന്നുന്നു ഭവനഭേദനത്തിൻ്റെ വകുപ്പ്. നിങ്ങളൊന്നെടുത്ത് ഗൂഗിൾ ചെയ്യുകയോ മറ്റോ ചെയ്യുകയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് എന്താ പറയുക, നമ്മളെ ഈ ലോൺ ആപ്പ്, ഞാൻ വ്യാജ ലോൺ ആപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മളെ ക്രെഡിറ്റ് ബി, മണി വ്യൂ, അങ്ങനെയുള്ള ഒരുപാട് ആപ്പുണ്ട്. ക്രെഡിറ്റ് ബി ഒക്കെ എന്താ പറയുന്നത്, ഓരോ മെസ്സേജ് അയക്കും, ഇതാ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വന്നു, ഇന്ന് എത്തും, കളക്ഷൻ എക്സിക്യൂട്ടീവ് നമ്മൾ വിട്ട് കഴിഞ്ഞു, ഇതാ എത്തി എന്ന് പറഞ്ഞ് ഓരോ വിരട്ടലാണ്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ ഭയക്കണ്ട. നമ്മളൊരാളിൽ നിന്ന് ക്യാഷ് മേടിച്ചെങ്കിൽ അത് മാന്യമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്, അതും കൂടെ ഞാൻ പറയാം. പക്ഷേ നമ്മളിൽ സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വിരട്ടിയാലോ എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ചു പോവുക, സാധാരണഗതിയിൽ മുടക്കം വരാതെ അടച്ചു പോവുക. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് അല്ല, ഇനി ആര് വന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ കാര്യം ഓർമ്മിച്ചാൽ മതി, RBI ആരെയും എന്താ പറയുക നിയമിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ലീഗലി പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലീഗൽ പ്രശ്നങ്ങൾ നിങ്ങൾ ലീഗൽ പോലീസ് സ്റ്റേഷനിലാണ് വെച്ച് ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഓക്കെ, അങ്ങനെ പോവാം. അല്ലെങ്കിൽ കോർട്ടിൽ കേസ് കൊടുത്താൽ നിങ്ങൾ പേടിക്കേണ്ട. കോടതി കേസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഭയം വരും. അതിൻ്റെയൊന്നും കാര്യമില്ല. കോർട്ട് എന്തായാലും നമ്മുടെ ഫേവർ അനുസരിച്ച് അവർ പറയുകയുള്ളൂ, കോർട്ടിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് വരികയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നൊരു ഇൻഫർമേഷൻ കൂടി പറയാനുള്ളത്, നമ്മളുടെ ട്രൂ ബാലൻസ് ഉണ്ടല്ലോ, ട്രൂ ബാലൻസിൽ കുറച്ച് എന്താ പറയുക അയവുകൾ വരുത്തിയിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സിബിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും കുറച്ച് ബാങ്കിങ് എല്ലാം അവർ കുറച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല, ഇങ്ങനൊരു അപ്ഡേഷൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ട്രൂ ബാലൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ലിങ്ക് വഴി പോയി തന്നെ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം സിബിൽ അവർ നല്ല രീതിയിൽ കുറച്ചൊന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടി. അതേപോലെ തന്നെ ബാങ്കിങ്, നമ്മുടെ ലോൺ തരുന്ന സമയത്ത് നമ്മുടെ ബാങ്കിങ് അവർ നോക്കും, അതിലും കുറച്ച് അയവുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, അത് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വീട്ടിൽ വന്ന് ആരെയും പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയോ നിങ്ങൾ തൂക്കിക്കൊല്ലുകയോ ഒന്നും ചെയ്യില്ല. നമ്മുടെ ലോൺ ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വരികയാണെങ്കിൽ നിങ്ങളുടെ ID കാർഡ് കാണിക്കുമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വരണ്ട് പോകും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചവർ ഒന്നും മിണ്ടില്ല. പിന്നെ ഈ വക്കീലിനും അതുപോലെ തന്നെ പോലീസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ലോൺ കൊടുക്കാത്തതിൻ്റെ കാരണവും ഇതാണ്, അവർക്ക് നിയമം അറിയാം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ബാങ്കുകളും എന്താ പറയുന്നത്, ഈ പോലീസ്, വക്കീൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കില്ല. അവരുടെ സൊസൈറ്റിയിൽ നിന്ന് മാത്രമേ അവർക്ക് ലോൺ കിട്ടിയുള്ളൂ, ഒരു 99%. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.